2025 എന്ന വർഷം തുടക്കം മുതൽ ആരാധകർ വലിയ ആകാംക്ഷയിലാണ്. കാരണം അവരുടെ ഇഷ്ടതാരങ്ങൾക്ക് ഗംഭീര സിനിമകൾ വരുന്നു എന്നതുകൊണ്ട് തന്നെ. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിന് ഗംഭീര സിനിമകളാണ് വരുന്നതും. അതുപോലെ തന്നെ ഗംഭീര സിനിമകളുടെ പണിപ്പുരയിലാണ് പല സംവിധായകരും മോഹൻലാലുമായി ചേർന്ന് തന്നെ. അതൊന്നും അനൗൺസ്മെന്റ് വന്നിട്ടില്ല, എല്ലാം റൂമറുകളായി മാത്രം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന വാർത്തകളാണ്. അപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് അങ്ങനെ ചില കാര്യങ്ങൾ കൂടി എത്തുന്നത്. മലയാളത്തിൽ ഒരുപിടി ഗംഭീര സംവിധായകർ 2024 പിറന്നിരുന്നു. അതും ഗംഭീര ചില സിനിമകൾ തന്നുകൊണ്ട് തന്നെ. അവരുടെ ജോണറുകൾ മലയാള സിനിമയ്ക്ക് പിടികിട്ടാത്ത രീതിയിലുള്ള ഗംഭീര ജോണറുകളും അവരൊക്കെ മോഹൻലാലുമായി ചേർന്ന് സിനിമകൾ ചെയ്തേക്കും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങളാണ് 2025 തുടക്കത്തിൽ അവർക്ക് മുന്നിലേക്ക് എത്തിയതും. പറഞ്ഞു വരുന്നത് ARM എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജിതിൻ ലാലിനെ കുറിച്ചാണ്. ജിതിൻ ലാലാണെങ്കിൽ മോഹൻലാലിന്റെ കടുത്ത ഒരു ആരാധകനും. അദ്ദേഹത്തിന്റെ ലാൽ പോലും വന്നിരിക്കുന്നത് മോഹൻലാലിൽ നിന്ന് തന്നെയാണെന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോഴിതാ ARM എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ എന്തായിരിക്കുമെന്നുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകം ജനിപ്പിക്കുന്ന ഒന്നായി. 2025 തുടക്കം തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 1 തന്നെ അറിയിച്ചപ്പോൾ പ്രേക്ഷകരും അതിശയപ്പെട്ടു. ഇനി വരുന്നത് ഒരു ഏലിയൻ ജോണറിലുള്ള ഫിലിമാണ്. ഒരു സൈഫൈ ഫിലിമിലേക്ക് കടക്കാൻ പോവുകയാണ് ജിതിൻ ലാൽ. അന്ന് തന്നെ പറഞ്ഞു ARMന് ശേഷം അത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു ഏലിയൻ സബ്ജക്ട് വരുന്നുണ്ട് എന്ന്. അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നറിയത്തില്ല. പക്ഷേ ഈ ഒരു കാര്യം അറിയിച്ചുകൊണ്ട് ജിതിൻ ലാൽ എത്തിയപ്പോൾ ജിതിൻ ലാൽ പങ്കുവച്ച പോസ്റ്ററിൽ ഒരു കാര്യം പ്രേക്ഷക ശ്രദ്ധയിൽ വരികയുണ്ടായി. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച. മോഹൻലാലിന്റെ അപ്കമിംഗ് സിനിമകളിൽ ജിത്തു മാധവൻ, കൃഷാന്ത്, വിപിൻ ദാസ്, ജിതിൻ ലാൽ എന്നിവരുടെയൊക്കെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മോഹൻലാൽ സിനിമകളുടെ വരവിനെ കുറിച്ച് നമ്മൾ കേട്ടു. എന്നാൽ ജിതിൻ ലാൽ മോഹൻലാൽ സിനിമ എന്നത് അത്രയങ്ങോട്ട് ഉറപ്പിക്കാറായിട്ടില്ല എന്ന് മൂവി അനലിസ്റ്റുകൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ 2025 ആദ്യം തന്നെ ജിതിൻ ലാൽ പുറത്തുവിട്ട തന്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ് കേട്ടപ്പോൾ പ്രേക്ഷകരൊന്ന് ഞെട്ടി. കാരണം ജിതിൻ ലാൽ കൂടാതെ ഒരു ലാൽ എന്ന കൂടി ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് കൗതുകം, ഇത് മോഹൻലാൽ തന്നെയല്ലേ എന്നതാണ് അവരുടെ പറച്ചിൽ. ജിതിൻ ലാലിന്റെ നെക്സ്റ്റ് ഏലിയൻ സയൻസ് ഫിക്ഷൻ സിനിമയിൽ മോഹൻലാൽ ആണോ ലീഡ് എന്നൊരു സംശയമുണ്ട്. ഈ ചിത്രത്തിൽ വലത്തേ അറ്റത്തായി എക്സ്ട്രാ ഒരു ലാൽ കാണാം. എത്ര ആലോചിച്ചിട്ടും അതിന്റെ ആവശ്യകത മനസ്സിലാകുന്നില്ല. എമ്പുരാൻ സെറ്റിലൊക്കെ ജിതിൻ ലാൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ്. അന്ന് ജിതിൻ ലാൽ അവിടെ എത്തിയതിന് കാരണം മോഹൻലാലുമായി ചർച്ച ചെയ്യാനാണോ എന്നതൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സംശയം. സംശയത്തിന് കാരണമായത് എക്സ്ട്രാ ഒരു ലാൽ കൂടി വന്നു എന്നതാണ്. എന്നാൽ ലാലിൽ LAAL എന്നാണ് കൊടുത്തിരിക്കുന്നത്. മോഹൻലാലിന്റെ ലാലാണെങ്കിൽ LAL മാത്രമേ കാണൂ എന്നും പ്രേക്ഷകർ കമന്റ് ബോക്സുകളിൽ എത്തി പറയുന്നുണ്ട്. ഏലിയൻ മൂവി ആണെങ്കിൽ ഇതിൽ വരാൻ സാധ്യതയുള്ളത് മറ്റൊരു താരമാണെന്നും പലരും പറഞ്ഞു വെക്കുന്നുണ്ട്. ലാസ്റ്റ് ജിതിൻ ലാലിനോട് തന്നെ മെസ്സേജ് അയച്ച് പലരും ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ജിതിൻ ലാൽ പറഞ്ഞത് ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കൂ എന്നാണ്. മോഹൻലാൽ ആകാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജുമായ ഒരു സിനിമ ജിതിൻ ലാലിന്റേതായി വരുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതൊരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഏലിയൻ സിനിമ പൃഥ്വിരാജ് ആയിരിക്കും നായകനെന്നാണ് പറയപ്പെടുന്നത്. എമ്പുരാൻ സെറ്റിൽ എത്തിയതും പൃഥ്വിരാജിനെ കാണാൻ വേണ്ടിയായിരുന്നു എന്ന രീതിയിലും ഇപ്പോൾ അപ്ഡേറ്റുകൾ വരികയാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ. സ്ക്രീൻ സാന്നിധ്യവും ശക്തമായ പ്രകടനവും കാരണം വലിയ ആരാധകർ തന്നെയുണ്ട് പൃഥ്വിരാജിന്. ഇപ്പോഴത്തെ ടൊവിനോ തോമസിന്റെ ARM എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജിതിൻ ലാലുമായി പൃഥ്വി ഒരു കൗതുകരമായ വിഷയത്തെക്കുറിച്ചുള്ള ചിത്രത്തിനായി ഒന്നിക്കാൻ ഒരുങ്ങുന്നു എന്ന് വാർത്തകൾ വന്നു കഴിഞ്ഞു. 2017 പ്രദർശനത്തിനെത്തിയ ഇസ്ര എന്ന ചിത്രം ഒരു ഗംഭീര വിജയമാണ് സ്വന്തമാക്കിയത്. അതിന്റെ ഒരു ജോണറിലേക്ക് വരാൻ സാധ്യതയുള്ള സിനിമയിലേക്ക് വീണ്ടും പൃഥ്വിരാജ് എത്താൻ പോകുന്നു എന്ന വാർത്തകൾ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് ജിതിൻ ലാലിന്റെ ഏലിയൻ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തുന്നത്. ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് ആയിരിക്കും നായകനെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇത് തന്നെയാണ് ജിതിൻ ലാലിനോട് പ്രേക്ഷകർ ചോദിച്ചതും. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കൂ എന്നാണ്. ഏലിയൻ സയൻസ് ഫിക്ഷൻ രീതിയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് നായകനാകുമ്പോൾ ജിതിൻ ലാൽ സംവിധാനത്തിനൊരുങ്ങുന്നു എന്ന രീതിയിൽ നേരത്തെ തന്നെ അപ്ഡേറ്റ് വന്നിരുന്നു. അതിനുശേഷമാണ് ജിതിൻ ലാലിന്റെ വരാൻ പോകുന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം തന്നെ അറിയിച്ചത്. അപ്പോഴാണ് അതിനകത്തെ ലാൽ ഒരു കൗതുകമായത്. പൃഥ്വിരാജിനെ കാണാൻ വേണ്ടിയാണ് ജിതിൻ ലാൽ എമ്പുരാന്റെ സെറ്റിൽ എത്തിയത് എന്ന് തന്നെ പറയാം. അന്ന് പൃഥ്വിരാജിന്റെ സംവിധാനം കാണുകയും ചെയ്തു ജിതിൻ ലാൽ. 2018 ലൂസിഫർ ചിത്രീകരണം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നത് വളരെ ആവേശത്തോടെ താൻ കണ്ടു നിന്നിട്ടുണ്ടെന്ന് ജിതിൻ ലാൽ പറയുന്നുണ്ട്. പക്ഷേ അന്ന് വളരെ ദൂരെ നിന്നാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫിയുടെ ഒരു ആരാധകൻ എന്ന നിലയിൽ എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ച നിമിഷമായിരുന്നു അത്. ഇപ്പോൾ 6 വർഷത്തിന് ശേഷം ഞാൻ എമ്പുരാന്റെ സെറ്റിലെത്തി. വളരെ അടുത്തു നിന്ന് പൃഥ്വിരാജിന്റെ സംവിധാനത്തിന് സാക്ഷിയായി. റോൾ ക്യാമറ ആക്ഷൻ എന്ന് അദ്ദേഹം ഷോട്ടുകൾക്ക് വേണ്ടി വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധനായ എന്നിലെ കുട്ടി ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ പ്രചോദനം ഉൾക്കൊള്ളുകയാണ് എന്ന് ജിതിൻ ലാൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ജിതിൻ ലാലിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ ചർച്ചകളിൽ വന്നിരിക്കുകയാണ് ആരാധകർക്കിടയിൽ. മോഹൻലാൽ ആണോ എന്നതാണ് അവരുടെ ചർച്ച. പൃഥ്വിയാവാനാണ് സാധ്യതയെന്ന് മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്.